ദേ അവര് വന്നു. വരണം വരണം, അകത്തേക്ക് വരണം. വരണം വരണം. വാ മോനെ. അങ്ങോട്ടിരിക്ക. കാലെടുത്ത് അകത്തേക്ക് വെച്ചപ്പോ തന്നെ വീടിനൊരു പ്രത്യേക ഐശ്വര്യം വന്ന പോലെ. എന്തൊരു അഭിനയം. ഹായ് ആന്റി. ഹായ് മോളു. ഹായ് അരവിന്ദ്. ഹലോ. നന്ദനയുടെ പേരുമാറ്റൽ ചടങ്ങല്ലേ, ഞാൻ തന്നെ നേരിട്ട് വരാന്ന് കരുതി. നീ പേര് മാറ്റാന്ന് സമ്മതിച്ചപ്പോ തന്നെ എന്റെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാലും ദൈവസാമീപ്യമുള്ള ചടങ്ങായതുകൊണ്ട് നേരിട്ട് വരുന്നതാ ഒരു ഐശ്വര്യം. ഐശ്വര്യമൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ വന്നിട്ടും പേര് മാറ്റാനുള്ള ആൾ ഇതുവരെ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. അതെന്താ ഇപ്പൊ അങ്ങനെ? അത് പിന്നെ ഈ സാരമില്ല, കുട്ടികളല്ലേ. നന്ദന, മോൾ പോയി ഡ്രസ് മാറിയിട്ട് വാ. ഓക്കെ, ശരി ആന്റി. ബുദ്ധിം ദേഹി യശോ ദേഹി, കവിത്വം ദേഹി ദേഹി മേ, മൂഢത്വം സംഹര ദേവി, ത്രാഹി മാം ശരണാഗതം. മോളെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? അതിപ്പോ ഞാനിപ്പോ അവളെ വിളിച്ചോണ്ട് വരാം. നന്ദനെ, നീ ഇതെന്തു ഭാവിച്ച? എന്താ ഇതുവരെ ഡ്രസ്സ് മാറാത്ത എന്താന്ന്? ചടങ്ങിന് സമയായി. ഈ സമയത്ത് നീ വെറുതെ വാശി പിടിക്കരുത്. വാശി എനിക്കല്ല, അമ്മയ്ക്കാ. എനിക്കിഷ്ടല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി എന്തു പറഞ്ഞാലും ശരി, എന്റെ പേര് മാറ്റാൻ ഞാൻ തയ്യാറല്ല. നന്ദനെ, എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. വന്നിരിക്കുന്ന ആരാന്ന് നിനക്കറിയാലോ. ദേ, വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. ദേ അമ്മേ, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. ഒരു കല്യാണത്തിന് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തു തന്നെ ധാരാളമാ. ഇനി അഡീഷണൽ ആയിട്ട് എന്ത് പറഞ്ഞാലും എന്റെ പേര് മാറ്റാൻ ഞാൻ തയ്യാറല്ല. വിലാസിനി, നീ എവിടെ പോന്നു? ഞങ്ങൾ അയൽക്കാരാണെങ്കിലും മഹേശ്വരി ഈ വീട് വെച്ചിട്ട് ഞാൻ കേറി കണ്ടിട്ടില്ല. ഒന്ന് കണ്ടിട്ട് വരാന്ന് വെച്ചു. നന്ദന, ഈ കല്യാണം നടന്നേ പറ്റൂ. അതിനുവേണ്ടി നിന്റെ പേരല്ല എന്റെ പേര് വരെ മാറ്റാൻ ഞാൻ തയ്യാറാ. മര്യാദയ്ക്ക് ഒരുങ്ങി ഇറങ്ങ്. വെറുതെ വാശി പിടിക്കരുത്. സോറി. ഇനി അമ്മ എന്നെ കൊന്നാലും ശരി, എന്റെ പേര് മാറ്റാൻ ഞാൻ തയ്യാറല്ല. കമല മാം, ടെൻഡർ കോപ്പി പ്രിന്റ് അയച്ചിട്ടുണ്ട്, ഒന്നെടുക്ക. ശരി മാം. മാഡം. കാറെ കൊണ്ടുവയ്ക്കേ. അഖിലേ, ടിക്കറ്റ് കൺഫേം അല്ലേ? കണക്റ്റിംഗ് ഫ്ലൈറ്റ്, അതാ ഒരു ബുദ്ധിമുട്ട്. കൃഷ്ണേട്ടാ, എൻഗേജ്മെന്റിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനിടയ്ക്ക് കൃഷ്ണേട്ടൻ കൂടി പോയാ
3 ദിവസത്തെ ബിസിനസ് ട്രിപ്പല്ലേ. ആനന്ദ് പോയാ ഇവിടുത്തെ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാകും. ഞാൻ വരുന്നത് വരെ ആനന്ദ് കാര്യങ്ങളൊക്കെ നോക്കിയാ പോരെ? ഇത് ബിസിനസ് കാര്യം അല്ല കൃഷ്ണേട്ടാ. അല്പ അനുഭവപരിചയം വേണം. തൃച്ചംബരത്തെ ആദ്യത്തെ കാര്യമാ. ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയിന്ന് പോലും എനിക്കറിയില്ല. എവറിത്തിങ് ഈസ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. ഓഡിറ്റോറിയം ആനന്ദ് നേരത്തെ ബുക്ക് ചെയ്തു. ഗസ്റ്റുകൾക്ക് താമസിക്കാൻ സിറ്റിയിലെ സ്റ്റാർ ഹോട്ടലിലെ സ്യൂട്ടുകളെല്ലാം ഓക്കെയാണ്. കാറ്ററിംഗ് ഏർപ്പാടാക്കി. ഫസ്റ്റ് ഫ്ലോറിൽ ഇലയിട്ട് സദ്യ, സെക്കൻഡ് ഫ്ലോറിൽ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒരുക്കിയിട്ടുണ്ട്. ബൊഫേ സിസ്റ്റം വേറെ. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഗുഡ്, അതങ്ങനെ തന്നെയാ വേണ്ടത്. മാഡം